ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കളേഴ്സ് മലയാളം സ്റ്റിച്ചിങ്. അപ്പോൾ ഇന്ന് നമ്മൾ 16 പാനൽ വെച്ചിട്ടുള്ള ഒരു ഗൗണാണ് ചെയ്ത് കാണിക്കുന്നത്. യോക്ക് പോർഷൻ വന്നിട്ടുള്ള ഗൗണാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് യോക്ക് പോർഷനിൽ നല്ലൊരു ഡിസൈനും പ്രിൻസസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ യോക്ക് പോർഷന് വേണ്ടിയിട്ട് ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് യോക്ക് പോർഷൻ്റെ നീളം എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടി ഞാനൊരു 14 ഇഞ്ചിൽ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് വേറെയും ബാക്ക് വേറെയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി ഫ്രണ്ട് പീസ് ഞാനിവിടെ രണ്ടായി ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ ഇവിടെ 7 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് അതിന് ലൈൻ കൊടുത്തിട്ട് ആം ഹോൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് ഇവിടെ എടുത്തിട്ടുള്ളത് 8.5 ഇഞ്ചാണ്. അപ്പോൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ 1 ഇഞ്ച് എക്സ്ട്രയും അതുപോലെ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും ഞാൻ ചേർത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 5 ഇഞ്ചിൽ നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ബോക്സ് ഷേപ്പ് വരച്ചിട്ട് ഒരു യു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഈ നെക്കല്ല നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് നമുക്ക് ഒരു വി ഷേപ്പ് വരുന്നത് പോലെ ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പീസിൽ നമുക്ക് ഇവിടെ നിന്നും ഒരു അതുപോലെ താഴോട്ട് നമ്മൾ സ്കേർട്ട് പോർഷൻ വെച്ച് കൊടുത്തിട്ട് അതിൽ പോട്ട്ലി ബട്ടൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ബ്രസ്റ്റ് പോയിൻറ്റ് നമുക്കൊരു 10 ഇഞ്ചിൽ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ നിന്നും ഒരു 4 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ പോയിൻ്റ് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി ഈ ആം ഹോളിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഈ ഒരു പോയിൻ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു കേവ് ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഒരു 1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്നും താഴോട്ടേക്ക് ഇതുപോലെ ചേർത്ത് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്കിവിടെ വേസ്റ്റ് കിട്ടേണ്ടത് 14.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിന് കണക്കായിട്ട് തന്നെ 1 ഇഞ്ച് എക്സ്ട്രയും അതുപോലെ 1.5 ഇഞ്ച് സീം അലവൻസും കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ലൈനിങ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെയാണ് ഉണ്ടാവുക. നമുക്കിതിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ജിപ്പ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കും അതുപോലെ ആം ഹോളും ടെക്കിന് വേണ്ടിയിട്ടുള്ള പോയിൻ്റൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിതൊന്ന് തുണിയിൽ കട്ട് ചെയ്തിട്ടെടുക്കണം. ഇത് ഞാനിവിടെ 1 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പീസൊക്കെ ഞാൻ തുണിയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ തുണിയിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ലൈനിങ് ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം.
ഇനി ഈ ഒരു പീസ് എന്ന് പറയുന്നത് നമ്മൾ റോങ് സൈഡിൽ ലൈനിങ് വെച്ചിട്ട് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് നോക്കാം. സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 16.5 ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവ് മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ പീസൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ഈ ഒരു സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ കറക്റ്റായി വെച്ച് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കണം. അതുപോലെ രണ്ട് വശത്തും നമുക്കിത് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു രണ്ട് വശത്തും ഈ ഒരു ലേസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ സ്കേർട്ട് പോർഷൻ്റെ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൽ വീനക്കും അതുപോലെ പോട്ട്ലി ബട്ടണും വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5.5 ഇഞ്ചിൽ ആ ഒരു നെക്കും താഴോട്ട് പോട്ട്ലി ബട്ടണാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോട്ട്ലി ബട്ടൻ്റെ വീഡിയോ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ബാക്ക് പീസിൽ ജിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിന് സ്ലീവ് ജോയിൻറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവിൻ്റെയും ആ ബോഡിയുടെയും അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിനെ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ യോക്ക് പോർഷൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 16 പാനൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 3 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 3 മീറ്ററിനെ ഞാനിവിടെ ആദ്യം ഒരു 4 മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ വീണ്ടും നമ്മൾ ഒന്നുകൂടി മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് 8 മടക്കി കിട്ടും. ഇതുപോലെ 8 മടക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി മടക്കി വെച്ച് കൊടുക്കുമ്പോൾ നമുക്കത് 16 പീസായി കട്ട് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ കരഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അവിടുന്ന് താഴോട്ട് ഞാനിവിടെ ഒരു 42 ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വശത്തു നിന്നും ഇങ്ങോട്ടേക്കൊരു 1.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു 1.5 ഇഞ്ച് എങ്ങനെ കിട്ടുന്നതെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ആ ഒരു 1.5 ഇഞ്ചിൻ്റെ 2 പോയിൻറ്റും തമ്മിൽ ഇതുപോലെ ഒന്ന് ക്രോസായി വരഞ്ഞു കൊടുക്കുക. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അതിനെ ഞാനിവിടെ 16 പീസും ഇതുപോലെ വിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 8 പീസ് നമുക്ക് ഫ്രണ്ടിലേക്കും 8 പീസ് നമുക്ക് ബാക്കിലേക്കാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 8 പീസിന് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിലും കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സമ്മർ കൂളിൻ്റെ ലൈനിങ്ങും കൂടെ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈനിങ്ങിൽ ഞാൻ ഇതുപോലെ ഒന്ന് സെയിം അളവ് മാർക്ക് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു ലൈനിങ് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ലൈനിങ്ങിൽ നമുക്കിതുപോലെ തന്നെ 16 പീസ് കിട്ടും. അപ്പോൾ ആ ഒരു ഓരോ പീസ് നമുക്ക് ഇതുപോലെ ലൈനിങ്ങുമായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് 8 പീസിൽ ഓരോ പീസ് നമുക്ക് ഇതുപോലെ നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് താഴെ നിന്നും മുകളിൽ നിന്നും താഴോട്ടേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പം ഫ്രണ്ടിൽ 8 പീസും അതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കുക. ബാക്കിൽ 8 പീസും നമുക്ക്
ഇതുപോലെ മുഴുവനായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് രണ്ടും ജോയിൻ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ യോക്ക് പോർഷൻ്റെ വേസ്റ്റ് ഭാഗത്ത് വരുന്ന അളവ് നോക്കി നമുക്ക് ഇതിനെ ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ സമ്മർ കൂളിൽ ഇതുപോലെ ഞാൻ അംബ്രല കട്ടിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഈ സമ്മർ കൂളിൻ്റെ ലൈനിങ് നമ്മൾ 42 ഇഞ്ച് ലെങ്ത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വശത്ത് നമ്മൾ 8 ഇഞ്ചിലും അതുപോലെ അവിടുന്ന് താഴോട്ട് 42 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടാണ് അംബ്രല കട്ടിങ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിനെ ഈ ഒരു 2 വശവും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സമ്മർ കൂള് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ ഒരു ലൈനിങ് കൂടി ഇവിടെ നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കണം. ഇതുപോലെ നമുക്ക് റൗണ്ടായി ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് യോക്ക് പോർഷനായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ താഴ്വശം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഗൗൺ ഇവിടെ ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.